എൻ്റെ പേര് ലൗലി ജോസഫ്. ഞാൻ പൊൻകുന്നം തിരുക്കുടുംബ ഫൊറോന ദേവാലയ ഇടവകാംഗമാണ്. ഞാൻ 2019 ഫെബ്രുവരി 4 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഇപ്പോൾ 17 തവണ പുതുക്കി. അതിന് 2 പ്രാവശ്യം സാക്ഷ്യം പറയാൻ ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് 18 വർഷം മുമ്പ് നടുവ് തെന്നി വീണതിൻ്റെ ഫലമായി നടുവേദന ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ കുനിഞ്ഞ് ജോലി ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ 2 വർഷം മുമ്പ് ശക്തിയായ നടുവേദന വന്നു. എനിക്ക് എണീക്കാനോ തിരിഞ്ഞു കിടക്കാനോ ഒന്നും പാടില്ലായിരുന്നു. അത്ര ശക്തമായ വേദനയായിരുന്നു. അത് മരുന്നൊക്കെ പുരട്ടി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് മാറി. അത് കഴിഞ്ഞ് വീണ്ടും കഴിഞ്ഞ വർഷം പിന്നെയും ഉണ്ടായി. അപ്പോഴും ഏക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഡോക്ടറെ പോയി കണ്ടു, എക്സ്റേ എടുത്തു. അപ്പം ഡോക്ടർ പറഞ്ഞു നടുവിന് തീരെ കട്ടി കുറവാണ്, ഡിസ്കുകൾക്കും കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ശകലം പോലും കുനിയാനോ വെയിറ്റ് എടുക്കാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. വേദന മാറിയാലും ഒന്നും ചെയ്യല്ല, ബെൽറ്റ് ഇട്ട് നടക്കണമെന്ന് പറഞ്ഞു. അപ്പം 2 ആഴ്ച മരുന്ന് കഴിച്ചു. വലിയ വ്യത്യാസമൊന്നും വന്നില്ല. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ചെന്നു. അപ്പനും ഡോക്ടർ ഇത് തന്നെ പറഞ്ഞു, വേദനയുടെ ഗുളികകളും തന്നു. അപ്പോൾ ഞാൻ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ആരാധനയും കൂടുന്നുണ്ടായിരുന്നു. അപ്പോഴും വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ കുറവ് വന്നു. പക്ഷേ എനിക്ക് എണീറ്റ് നടന്ന് ജോലി നിൽക്കുമ്പോഴൊക്കെ നടുവിന് മരവിപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഉടമ്പടി തൈലം എടുത്ത് നടുവിൻ്റെ ഭാഗത്ത് പുരട്ടി ശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു വൈബ്രേഷൻ പോലെ അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ നടുവേദന പൂർണ്ണമായിട്ടും മാറി. ഞാൻ അന്ന് തൊട്ട് എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്നെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന്. അപ്പം ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, അമ്മ അതെനിക്ക് തൊട്ട് സൗഖ്യമാക്കി തന്നു. ഇപ്പം എനിക്കൊരു നടുവേദനയും ഇല്ല. എൻ്റെ മോന് കിട്ടിയ അനുഗ്രഹം അവൻ പറയും. ഞാൻ അവന് വേണ്ടി ഉടമ്പടി വെച്ചിരുന്നു. +2 10ാം ക്ലാസ്സിൽ അവന് വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം +1 നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞു നിയോഗം വെച്ചിരുന്നു. നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. പിന്നെ +2 നല്ല മാർക്ക് കിട്ടണമെന്നും നിയോഗത്തിൽ വെച്ചിരുന്നു. അതും 93% മാർക്കോടെ അവൻ പാസ്സായി. പിന്നെ ഞാൻ വണക്കത്തിന് കഴിഞ്ഞ് മെയ് മാസത്തിൽ നിയോഗം വെച്ചിരുന്നു അവന് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി. അപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അവന് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. ബാക്കി അവൻ പറയും. എൻ്റെ പേര് അലക്സാണ്ടർ ജോസഫ്. ആദ്യമായി ഈ അൽത്താരിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്നതിന് ഈശോയ്ക്ക് മാതാവിനും നന്ദി പറയുന്നു. അമ്മ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 10 വരെ ഒരു ആവറേജ് മാർക്ക് തന്നെയായിരുന്നു. എങ്ങനെ ജയിച്ചെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഒരിക്കലും മെറിറ്റും കൊണ്ട് ഒരിക്കലും ജയിച്ചെങ്കിൽ ഞാൻ ഒരിക്കലും ഈ അൽത്താരിൽ നിൽക്കത്തില്ല. ബട്ട് ഗ്രേസാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. +2 പറഞ്ഞവരെ തന്നെ 93% തന്നെ നൽകി അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തത് ഇന്നാണ്, ഇപ്പോൾ എടുത്തുള്ളൂ. +2 ഫൈനൽ എക്സാമിന് അച്ഛനെ കാണാൻ വന്നു. അപ്പം അച്ഛൻ പറഞ്ഞു പരീക്ഷ എല്ലാം കഴിയുമ്പം വന്ന് ഉടമ്പടി എടുക്കണം. ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഉടമ്പടി എടുത്തു. പിന്നെ ഞാൻ ലൈറ്റ് ക്യാനിലിട്ട് 2 റിക്വസ്റ്റ് ഇട്ടായിരുന്നു. ഒന്ന് എൻ്റെ ലൈസൻസിൻ്റെ കാര്യമായിരുന്നു. കാരണം ഞാനാകെ 3 ദിവസം എങ്ങാണ്ട് പ്രാക്ടീസിന് പോയില്ല. 3ാമത്തെ ദിവസം എന്താ പറഞ്ഞു, നിനക്ക് നാളെയാണ് ടെസ്റ്റ്. അപ്പം ഞാൻ 3 ദിവസത്തെ ഒരു പ്രാക്ടീസുള്ളൂ. കാരണം ടെസ്റ്റിൻ്റെ അന്ന് പോയപ്പം ഒരു ചെറിയ കാര്യങ്ങൾക്ക് വരെ അവർ ഫെയിലാക്കി വിടുമായിരുന്നു. പിന്നെ അച്ഛൻ ഇവിടുന്ന് അന്ന് പരീക്ഷയ്ക്ക് തന്നൊരു കാശ് രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതായിട്ടാണ് ഞാൻ പോയത്. ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ലൈസൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വണ്ടി ഓടിച്ച് തന്നെ വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ലൈസൻസ് കിട്ടി. ഇന്ന് ഞാൻ വണ്ടി ഓടിച്ച് തന്നെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പിന്നെ അതേപോലെ തന്നെ 2ാമത്തെ എൻ്റെ റിക്വസ്റ്റ് ഇട്ടത് എൻ്റെ നല്ലൊരു കോളേജ് കിട്ടുന്നതാണ്. അടുത്ത് തന്നെ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. അതുകൊണ്ട് അതിന് ഫലമായി ഈ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. ഏറ്റവും അടുത്ത കോളേജ് തന്നെ എനിക്ക് കിട്ടി. ഇത്ര അനുഗ്രഹം ചെയ്തു തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ നേരത്തെ പറയാതെ പോയത്, നേരത്തെ ഉടമ്പടി 2019 എടുത്തതിന് ശേഷം ഞങ്ങളുടെ പഴയ വീടിൻ്റെ പരിസരത്തൊക്കെ എപ്പോഴും പാമ്പിനെ കാണായിരുന്നു. അപ്പം ഞാൻ ഉപ്പ് വീടിന് ചുറ്റുമിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം പാമ്പിൻ്റെ അങ്ങനെയൊന്നും ഞങ്ങളുടെ പരിസരങ്ങളിലൊന്നും കാണാറില്ല. പിന്നെ ഞാൻ ഈ 1 മാസം മുൻപ് ഞാൻ മാതാവിൻ്റെ സ്വപ്നം കണ്ടിരുന്നു.
ഞാൻ സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ്. ഞാൻ എവിടെ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സ്പീഡിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാതാവിൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. ശരിക്കും മാതാവിനെ തൂവെള്ള നിറത്തിൽ ഭയങ്കര പ്രകാശത്തോടെ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന എങ്ങനെ സ്വപ്നം കണ്ടു. അപ്പം ഞാൻ ഇതെൻ്റെ അമ്മ മാതാവാണല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നതായിട്ട് അങ്ങനെ സ്വപ്നം കാണാൻ എനിക്ക് അനുഗ്രഹം കിട്ടി. ചെറുതും വലുതുമായി ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും ഈശോയും അമ്മ വഴിയായി തന്നിട്ടുണ്ട്. എല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ 2019 തൊട്ട് പത്രം മേടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ പള്ളികളിലായിരുന്നു. പിന്നെ ഞാൻ എവിടെ പോയാലും ഏതൊരു ഫംഗ്ഷന് പോയാലും എവിടെ പോയാലും ഞാൻ പത്രം കൊണ്ടുപോകും. ഇടയ്ക്ക് വന്ന് മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ എല്ലായിടത്തും കൊണ്ട് വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ വീടുകളിൽ തന്നെ രോഗികളായിട്ടുമൊക്കെ അയൽവാസികളൊക്കെ സാമ്പത്തികം ചോദിച്ചും പിന്നെ അവർക്ക് മരുന്നിനും ഭക്ഷണത്തിനും പിന്നെ വസ്ത്രമായിട്ടും സാധനങ്ങളും എല്ലാം കൊടുത്ത് സഹായിക്കാറുണ്ട്.